Hello, everybody. We are here back again with the editorial decoded sections. First of all, we apologize you for the long delay caused due to some difficulties. Today, we are here with a new article, One Nation, One Election, a Remedy Worse Than Disease. Now, this is an interesting article written by an interesting personality. This article is about, as you all know, the One Nation, One Election, and written by M.K. Stalin, the Honorable Chief Minister of Tamil Nadu. ഈ ആർട്ടിക്കിൾ ഇൻഫാക്ട് അറ്റ് ദി ഓൺസെറ്റ് പറയേണ്ടത് ഇതൊരു വൺ സൈഡഡ് ആർട്ടിക്കിൾ ആണ് അനലൈസിങ് മോർ അമോൺ ദി ഇഷ്യൂസ് ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് വൺ നേഷൻ വൺ ഇലക്ഷൻ. ബട്ട് ബിഫോർ ഗോയിങ് ടു വൺ നേഷൻ വൺ ഇലക്ഷൻ ആൻഡ് ഇറ്റ്സ് അനാലിസിസ് നമുക്ക് പ്രൈമർലി മനസ്സിലാക്കേണ്ടതിന്റെ ചരിത്രാദ്യമായിട്ടുള്ള കോണ്ടെക്സ്റ്റ് ആണ്. ഇനീഷ്യലി നമ്മുടെ ഗവൺമെന്റുകൾ ഫോം ചെയ്യുമ്പോൾ 1950s തൊട്ട് നമുക്ക് ഉണ്ടായിരുന്നത് വൺ നേഷൻ വൺ ഇലക്ഷൻ തന്നെയായിരുന്നു. അതായത് സെൻട്രലിന്റെ അകത്തും സ്റ്റേറ്റിന്റെ അകത്തും അതേ സമയത്ത് തന്നെ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് 60കളിലും 70കളിലും ഒരുപാട് എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ജനറലി സ്റ്റേറ്റ്സ് ഡിസോൾവ് ചെയ്യപ്പെടുന്നത് കാരണം ആ എലക്ഷൻ സ്റ്റാഗേർഡ് ആയി പോകുന്ന സൈക്കിൾസ് സ്റ്റാഗേർഡ് ആയി പോകുന്ന ഒരു സിനാരിയോ ആണ് പിന്നീട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും 2014 ശേഷം ദി ന്യൂ ഗവൺമെന്റ് 2014-19 ശേഷം ദി ന്യൂ ഗവൺമെന്റ് പ്രൊപ്പോസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് ദി വൺ നേഷൻ വൺ ഇലക്ഷൻ. Now, I just wanted to justify the point that this is not a new concept. We had this concept earlier itself. Now, this article is started by M.K. Stalin by narrating an issue from Indonesia. Indonesia, in fact, 2019-ലും 2024ലും ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് അവർ എന്ത് ചെയ്തു നടപ്പാക്കുന്നു. And what he's saying is actually the incidents were horrific. Horrific in the sense 2019 almost 900 people lost their life. And in 2024 almost 100 people lost their life. അതുകൊണ്ട് തന്നെ 2025 അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കോർട്സ് എന്ത് റൂൾ ചെയ്തു, 2029 തൊട്ട് നിങ്ങൾക്ക് എന്തില്ല, വൺ നേഷൻ വൺ ഇലക്ഷൻ ഇല്ല, സ്റ്റാഗേർഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, ക്യാരി ഔട്ട് ചെയ്യണം. ആൻഡ് ദിസ് ഇസ് എ കോണ്ടെക്സ്റ്റ് ടു അനലൈസ് ഷുഡ് വി ഓൾസോ ട്രാൻസ്ഫോം ടു വൺ നേഷൻ വൺ ഇലക്ഷൻ. ആസ് യു ഓൾ നോ, നമ്മുടെയും ബില്ല് 130th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് പാർലമെന്റിൽ നിൽക്കുകയാണ്. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് സ്റ്റാറ്റസിൽ നിൽക്കുകയാണ്. We do not know whether it will be passed in the near future or not. But still, it's worthwhile to analyze what are the benefits and what are the issues of one nation, one election. Before detail going into the criticism part, let's understand why proponents of one nation, one election actually support one nation, one election. Conceptually, first argument comes from the cost factor. അതായത് ഇപ്പം നമുക്ക് പല സമയത്തായിട്ട് പല സൈക്കിളിലായിട്ട് പല സംസ്ഥാനങ്ങളിൽ പല ദേശങ്ങളിൽ എന്ത് നടക്കുന്നു, ഇലക്ഷൻ നടക്കുന്നു. ഇതിന് പകരം നമ്മൾ ഒരൊറ്റ സമയത്ത് നമുക്ക് ഇലക്ഷൻ നടത്താൻ പറ്റുവാണെങ്കിൽ there is a lot of cost benefit. ഓക്കെ, ഈ കോസ്റ്റ് ബെനിഫിറ്റ് ആർഗ്യുമെന്റ് നമ്മൾ വീണ്ടും നമ്മളൊന്ന് ക്രിട്ടിക്ക് ചെയ്യും. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് കോസ്റ്റ് ആർഗ്യുമെന്റ്. ഓക്കെ, അതായത് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ദ സെക്കൻഡ് ആർഗ്യുമെന്റ് ഇസ് അബൌട്ട് ദി മാൻഡേറ്റ് ഓഫ് പാരാമിലിറ്ററി ഫോഴ്സസ്. സത്യത്തിൽ ഇന്ത്യയിലെ പാരാമിലിറ്ററി ഫോഴ്സിന്റെ മാൻഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്റേണൽ സെക്യൂരിറ്റി അഫയേഴ്സിനെ എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യാന്നുള്ള. ഇന്റേണൽ സെക്യൂരിറ്റി അഫയേഴ്സ് ലൈക്ക് നക്സലിസം, ടെററിസം എക്സെട്ര. ബട്ട് എസെൻഷ്യലി നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്, CRPF പോലുള്ള ഒരുപാട് ഫോഴ്സുകൾ എന്ത് ചെയ്യപ്പെടാണ്, എലക്ഷൻ സൈക്കിൾസിന് എന്ത് കൊടുക്കുകയാണ്, ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യപ്പെടാണ്, യൂസ് ചെയ്യപ്പെടാണ്. സോ ഇമ്മിനൻ്റ് ആയിട്ടുള്ള ഒരുപാട് എലക്ഷൻ സൈക്കിൾസ് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, നമുക്ക് CRPFന് എന്ത് കിട്ടുന്നില്ല, അവരുടെ മാൻഡേറ്റ് ആയിട്ടുള്ള ഇന്റേണൽ സെക്യൂരിറ്റിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. So the first argument is about the cost argument. The second argument is about the mandate of the CRPF. The third biggest argument is about the MCC, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പോലെ പെരുമാറ്റച്ചട്ടം. ഓരോ ഇലക്ഷൻ്റെയും ഡേറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അന്ന് തൊട്ട് എന്ത് പുറത്തു വരുന്നു, നമ്മുടെ MCC പുറത്തു വരുന്നു. അത് പല സമയത്ത് പല സ്ഥലങ്ങളിലായിട്ട് നടക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ പെരുമാറ്റച്ചട്ടം പ്രവർത്തിക്കുമ്പോൾ ഗവേണൻസ് എന്താവുന്നു, പാരലൈസ് ചെയ്യാവുന്നു. ഒരു മാൻഡേറ്റ് ഉള്ള ഒരു തീരുമാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. സോ ഗവർണൻസ് പാരാലിസിസ് കാര്യമായിട്ട് എന്ത് ചെയ്യുന്നു, സംഭവിക്കുന്നു. ഈ മൂന്ന് ആർഗ്യുമെന്റ് ആണ് വൺ നേഷൻ വൺ ഇലക്ഷൻ ഫണ്ടമെന്റലി വേണമെന്ന് പറയുന്ന പ്രൊപ്പണൻസ് ഇത് ആർഗ്യുമെന്റ് കൊടുക്കുന്നത്. Now, the part of the article that critiques starts from the fundamental thought that ലോകത്താകമാനം നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയും നമുക്ക് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ വളരെ സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. M.K. Stalin is citing the examples of Canada, Australia, Germany. എവിടെയും നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് കാണാൻ പറ്റില്ല, വൺ നേഷൻ വൺ ഇലക്ഷൻ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് സക്സസ്ഫുൾ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. സോ ഫ്രം ദ കമ്പാരറ്റീവ് പൊളിറ്റിക്സ് ടേംസ് നമുക്ക് എന്ത് ഉറപ്പ് വരുത്താൻ പറ്റുന്നില്ല,
നമുക്കൊരു ഒരു 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 എന്ത് കിട്ടുന്നില്ല, ഒരു എക്സാമ്പിൾ കിട്ടുന്നില്ല സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ലോകത്താകമാനം വൺ നേഷൻ വൺ ഇലക്ഷൻ സക്സസ്ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നതായിട്ട്. സോ ദാറ്റ്സ് എ ഫസ്റ്റ് ആർഗ്യുമെന്റ് അഗേൻസ്റ്റ്. ദ സെക്കൻഡ് ആർഗ്യുമെന്റ് ഇസ്, സി വാട്ട് അബൌട്ട് ദി എക്സിസ്റ്റിംഗ് ഗവൺമെന്റ്സ്. ഇപ്പൊ കേരളത്തിൽ 2026 ഇലക്ഷൻ നടക്കും. 2026 ഇലക്ഷൻ നടക്കുന്ന ഗവൺമെന്റ് 5 വർഷമാണ് മാൻഡേറ്റ് വരുന്നത്. പക്ഷെ 2029 നിങ്ങൾ വൺ നേഷൻ വൺ ഇലക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഉള്ള ഡെമോക്രാറ്റിക് മാൻഡേറ്റ് ഉള്ള ഒരു ഗവൺമെന്റിന് എന്താവുകയാണ്, ടേം 3 വർഷമായിട്ട് മാറാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് മെജോറിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് മെജോറിറ്റി ഉണ്ട്. ബട്ട് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാണ്, ദ ബെഡ് റോക്ക് ഓഫ് പാർലമെന്ററി ഡെമോക്രസിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്, കോംപ്രമൈസ് ചെയ്യാണ്. ദിസ് ഡസ് നോട്ട് ഫിറ്റ് വെൽ വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് MK സ്റ്റാലിന്റെ ആർഗ്യുമെന്റ്. ദ സെക്കൻഡ് ആർഗ്യുമെന്റ്, തേർഡ് ആർഗ്യുമെന്റ് ഇൻ ദിസ് റിഗാർഡ് ഇസ്, സി സ്റ്റേറ്റ്സും ഒരു ഈക്വൽ എൻറ്റിറ്റിയാണ് സെൻട്രലിനോട്. വി നോ ദാറ്റ് ബൈ ദ SR Bommai കേസ് ഫെഡറലിസം ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇഫ് ഇറ്റ് ഇസ്, സ്റ്റേറ്റ്സിനും എന്തുണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എൻറ്റിറ്റി ഉണ്ട്. അത് എന്തിനു വേണ്ടി നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല? അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. സോ ടു പ്രിസർവ് ഫെഡറലിസം ഓൾസോ MK സ്റ്റാലിൻ ആർഗ്യൂസ് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വൺ നേഷൻ വൺ ഇലക്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ട്രാൻസ്ഫോം ചെയ്യാൻ പാടില്ല. കാരണം അവരുടെ ഇൻഡിവിജ്വൽ എസെൻസ് ഐഡന്റിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത്. Now, there are certain more nuanced arguments. One is about the unexpired terms. Now, hear me loud. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 2029 വൺ നേഷൻ വൺ ഇലക്ഷൻ നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എല്ലാം കൃത്യമായി നടന്നു, 5 വർഷം എല്ലാവർക്കും സെൻട്രലിനും സ്റ്റേറ്റിനും മാൻഡേറ്റ് കിട്ടും. വാട്ട് ഇഫ് മൂന്നാമത്തെ വർഷം ഒരു സ്റ്റേറ്റിലെ ഗവൺമെന്റ് എന്താവുന്നു, ഫെയിൽ ആവും, അവരുടെ ഗവൺമെന്റ് എന്തെങ്കിലും ഫോളോ ചെയ്യുന്നു. ഇനി എന്ത് സംഭവിക്കുന്നു? അവർക്ക് ഒരു ഇലക്ഷൻ നടക്കുന്നു. അവർക്കൊരു ഇലക്ഷൻ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, അവർക്ക് 5 വർഷം പുതിയ മാൻഡേറ്റ് ഇല്ല, അവർക്ക് എന്തേ ഉള്ളൂ, 2 വർഷം മാൻഡേറ്റ് ഉള്ളൂ. ഇവിടെ നിങ്ങൾ എന്തിനെയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്? ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മാൻഡേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ആർഗ്യുമെന്റിനെ നമ്മൾ ഒന്നുകൂടെ റീഫ്രൈസ് ചെയ്യാണ്. ഡെമോക്രാറ്റിക് മാൻഡേറ്റ് ഓഫ് ദ പീപ്പിൾ ട്രങ്കേറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുക ആർഗ്യുമെന്റിനെ. സി, അങ്ങനെ റിക്കറന്റ് ആയിട്ട് ഇതിന്റെ അകത്ത് നമുക്ക് എലക്ഷൻസ് നടക്കുകയാണെങ്കിൽ, ഈ 5 വർഷത്തിന്റെ ഇടയ്ക്ക് ഗവൺമെന്റ് വീഴുമ്പോൾ എലക്ഷൻസ് നടക്കുവാണെങ്കിൽ, സെയിം പ്രോബ്ലം ദാറ്റ് വി സെഡ് ഏർലിയർ ഉണ്ട്. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ത് വരും, പറബിലത്തിൽ വരും. അതുപോലെ തന്നെ CRPF എന്ത് വരും, ആക്റ്റീവായിട്ട് വരും. മൂന്നാമതായിട്ട് മണി ഫാക്ടർ എന്ത് ചെയ്യപ്പെടും. സോ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ട്രങ്കേറ്റഡ് മാൻഡേറ്റ്സ് കൊടുത്താലും റിക്കറന്റ് ആയിട്ട് ഒരുപാട് എലക്ഷൻസ് നടത്തേണ്ടി വരും. റിക്കറന്റ് ആയിട്ട് ഒരുപാട് എലക്ഷൻസ് നടത്തേണ്ടി വന്നാൽ എസെൻഷ്യലി നിങ്ങൾ എന്ത് തന്നെയാണ് ചെയ്യുന്നത്? മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്, കോസ്റ്റ്, പാരാമിലിറ്ററിനെ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ട്രങ്കേറ്റഡ് മാൻഡേറ്റ്സ് അല്ല കൊടുക്കുന്നത്, എന്നാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ എമർജൻസി കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണലി നമുക്ക് എമർജൻസി 1 ഇയറിന് ശേഷം എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ, നമുക്ക് സ്റ്റേറ്റ് എമർജൻസികളോ സ്റ്റേറ്റ് എമർജൻസി നമുക്ക് എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്യണം, അപ്രൂവ് ചെയ്യണം. പിന്നെ നാഷണൽ എമർജൻസി എവിടെയെങ്കിലും വേണം. സി, ദിസ് ഇസ് ഇമ്പോസിബിൾ. ഒരു വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നാഷണൽ എമർജൻസി പ്ലീസിൽ വേണം. അതെന്തല്ല, പോസിബിൾ അല്ല. സോ ടെക്നിക്കലി കോൺസ്റ്റിറ്റ്യൂഷണലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, നിങ്ങൾക്ക് ആ ഒരു വർഷത്തിന് ശേഷം നിങ്ങൾക്ക് എന്താ പറ്റണം, നീട്ടാൻ പറ്റണമെന്നില്ല. ഇൻ കേസ് നിങ്ങൾ ഒരു 4-മത്തെയോ ഫോർ എക്സാമ്പിൾ 3-മത്തെ വർഷത്തിലോ നിങ്ങളുടെ ഗവൺമെന്റ് വീണ്, അതിൽ വേറൊരു ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി ഉണ്ട്. നിങ്ങൾ ജനങ്ങളുടെ മാൻഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യാണ്, തടഞ്ഞു വെക്കാണ്. കാരണം അവർക്ക് ഒരു റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് ഇല്ലാത്ത ഒരു സിനാരിയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യണം. ഇതേ സെയിം പ്രോബ്ലം നാഷണൽ ലെവലിലും ഉണ്ട്. വാട്ട് ഇഫ് നമുക്കൊരു 3 വർഷമായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഗവൺമെന്റ് വീണു, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു നാഷണൽ എമർജൻസി വേണം. അപ്പോൾ പ്രൊലോങ്ഡ് ആയിട്ടുള്ള നാഷണൽ എമർജൻസിയിലേക്ക് എന്ത് ചെയ്യാം, ഈ സെനാരിയോ എന്ത് ചെയ്യുക. സോ MK സ്റ്റാലിൻ ഇസ് റൗണ്ടിങ് അപ്പ് എ ലോട്ട് ഓഫ് ഫാക്ട്സ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സും മോറൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സും ഉണ്ട്. വാട്ട് ആർ മോറൽ ആർഗ്യുമെന്റ്സ്? മോറൽ ആർഗ്യുമെന്റ്സ് ഇസ്, നിങ്ങൾ ഡെമോക്രാറ്റിക് മാൻഡേറ്റിനെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ആയിട്ട് എന്ത് ചെയ്യരുത്, ഇക്വേറ്റ് ചെയ്യരുത്. ദാറ്റ്സ് നോട്ട് ദി സെയിം. ഡെമോക്രാറ്റിക് മാൻഡേറ്റ് ഹാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കൂട്ടിക്കഴിക്കാൻ പാടില്ല. 2, ഫെഡറലിസം എന്നുള്ള ആർഗ്യുമെന്റ്. ഫെഡറലിസം, സ്റ്റേറ്റ്സ് ഹാവ് എൻ ഇൻഡിവിജ്വൽ എൻറ്റിറ്റി. എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ആ ഇൻഡിവിജ്വൽ എൻറ്റിറ്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മോർഫ് ചെയ്ത് വെക്കാൻ പാടില്ല. മൂന്നാമതായിട്ട് അൺഎക്സ്പയർഡ് ടേംസ് ആയിട്ട് ബന്ധപ്പെട്ട് ആ റെസിഡ്യൂവൽ ടേംസിൽ ഇലക്ഷൻ നടത്തുമ്പോൾ നിങ്ങൾ സ്ക്വയർ വൺ നിങ്ങൾ മുമ്പുള്ള ആർഗ്യുമെന്റിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ചു പോകുന്നത്. ദ ഫോർത്ത് ഫണ്ടമെന്റൽ ആർഗ്യുമെന്റ് ഈസ് അബൌട്ട് ദി ഫീഡ്ബാക്ക് മെക്കാനിസം. സി, ഓരോ ഇലക്ഷനും ഒരേ ഫീഡ്ബാക്കുകളാണ്. ബി ദി നാഷണൽ ഇലക്ഷൻ, ബി ദ സ്റ്റേറ്റ് ഇലക്ഷൻ. നാഷണൽ ഇലക്ഷൻ നടക്കുമ്പോഴും സ്റ്റേറ്റിലെ പോളിസീസിന് എന്ത് ചെയ്യപ്പെടും, വിലയിരുത്തപ്പെടും. സ്റ്റേറ്റ് ഇലക്ഷൻ നടക്കുമ്പോഴും നാഷണൽ ഇലക്ഷൻ എന്ത് ചെയ്യപ്പെടും, നാഷണൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്യപ്പെടും. ചർച്ചകൾ ആണ് അല്ലെങ്കിൽ ഡിസെന്റ് ആണ്, ഡിസ്കഷൻസ് ആണ് ഡെമോക്രസിയുടെ ഹോൾമാർക്ക്. അപ്പൊ നിങ്ങൾ എലക്ഷൻസിനെ സ്റ്റാഗേർഡ് ആക്കാതെ നിങ്ങൾ വൺ ടൈം ആക്കുമ്പോഴത്തേക്കും നിങ്ങൾ എന്തിനേയും കൂടിയാണ്
ഇത് ചെയ്യുന്നത് ഡിസെന്റ് ഒപ്പീനിയൻസിനെയും ആൾക്കാരുടെ അക്കൗണ്ടബിലിറ്റി ഫാക്ടറിനെയും കൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ നിങ്ങൾ സ്റ്റാഗർ ചെയ്യുന്നത്. സോ വൺസ് അഗെയിൻ ജസ്റ്റ് ടു എന്താണ് നമ്മുടെ ആർഗ്യുമെന്റ്സിനെ ഒന്ന് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെമോക്രാറ്റിക് മാൻഡേറ്റിന് ആർഗ്യുമെന്റ് ഉണ്ട്, ഫെഡറലിസത്തിന് ആർഗ്യുമെന്റ് ഉണ്ട്. രണ്ട് നമ്മുടെ മിഡ് സൈക്കിൾ ഇലക്ഷൻസ് കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും സ്ക്വയർ വൺ നമ്മൾ എന്തിലേക്ക് തന്നെയാണ് പോകുന്നത്, നമ്മൾ മറ്റേ ഏതിലേക്ക് തന്നെയാണ് പോകുന്നത്, നമ്മൾ തിരിച്ച് നമ്മുടെ സിസ്റ്റത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. 4 നമ്മുടെ ആ ഫീഡ്ബാക്ക് മെക്കാനിസം ഡെഫർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്, നമ്മൾ ജനറലി നമ്മുടെ പോപ്പുലേഷന്റെ നമ്മുടെ അവരുടെ എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോൾട്ട് ചെയ്ത് വെക്കുന്നത്. Now, one last argument provided by M.K. Stalin regarding the cost. എത്ര കോസ്റ്റ് ലാഭം ഉണ്ടാവും? A parliamentary standing committee says that 0.025% of GDP. അതായത് നമ്മൾ ഡെമോക്രാറ്റിക് മാൻഡേറ്റിനെ സപ്രസ് ചെയ്ത് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു തുച്ഛമായിട്ടുള്ള ഒരു 4,000-5,000 crore വേണ്ടിയിട്ടാണ്. So is that the value of the 4,500 crore valid or 4,500 crore ആണോ വാലിഡ് ആവുന്നത്, അതോ ഡെമോക്രാറ്റിക് മാൻഡേറ്റ് ആണോ വാലിഡ് ആവുന്നത്? ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് വി ഹാവ് ടു ഡിസൈഡ് എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ M.K. Stalin നമ്മുടെ ആർഗ്യുമെന്റ് ആയിട്ട് പറയുന്നത്. Now, finally, the article is ending by citing the Justice Kurian Committee, which was recently formed by the state of Tamil Nadu to study the center-state relations. അവർ പറയുന്നത് ഇത് ഓൾ ടുഗെദർ എന്ത് ചെയ്യണം, സ്ക്രാപ്പ് ചെയ്ത് കളയണമെന്നാണ്. ബട്ട് ഇനീഷ്യലി ആസ് ഐ ടോൾഡ്, ഈ ആർട്ടിക്കിൾ എടുക്കുന്നത് അതിൻ്റെ ഒരു ക്രിട്ടിക് പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. നമുക്ക് കുറേ കൂടെ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. ലെറ്റ്സ് ഹാവ് എ 3 cycle election or a 2 cycle election വേർ എല്ലാ സ്റ്റേറ്റ്സിന്റെയും എലക്ഷൻസ് എല്ലാ മിഡ് സൈക്കിളിൽ നടക്കണം, നാഷണൽ ഇലക്ഷൻസ് എല്ലാം എന്തിലും നടക്കണം, ഒരു 5 year ടേം. സോ ദെയർബൈ നമുക്ക് ഒരുപാട് എലക്ഷൻസ് ഇല്ലാതിരിക്കുകയും ചെയ്യും, എന്നാൽ നമുക്ക് എന്ത് ഉറപ്പ് വരുത്തുകയും ചെയ്യാം, ഡെമോക്രാറ്റിക് മാൻഡേറ്റ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, പ്രിസർവ് ചെയ്യപ്പെടുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പ് വരുത്താൻ പറ്റും. So this is all about the article, analyzing all the facets of one nation one election. One nation one electionsന്റെ positives എന്താണ്, അതിന്റെ issues എന്താണ്, അതിൽ നിന്ന് what I feel is the best way forward എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തത്, മുന്നോട്ട് വെച്ചത്. I also want your arguments, പ്ലസ് ആണോ മൈനസ് ആണോ, എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയതായിട്ടുള്ള, എന്തൊക്കെയാണ് ഇതിന്റെ ഫോർ, എന്താണ് അഗേൻസ്റ്റ് ആണ്, ഷുഡ് ബി ആക്ച്വലി ട്രാൻസ്ഫോം ഇൻ ടു വൺ നേഷൻ വൺ ഇലക്ഷൻ. നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോട്ട്സും നിങ്ങൾ കമന്റ് സെക്ഷനിൽ താഴെ എന്ത് ചെയ്യുക, പിൻ ചെയ്ത് വെക്കുക. സോ ദാറ്റ് ഐ വിൽ ഓൾസോ പേഴ്സണലി റിവ്യൂ ഇറ്റ് ആൻഡ് ഗിവ് മൈ ഒപ്പീനിയൻ ഓൺ ഇറ്റ്. ലെറ്റ്സ് ഓൾ ഡിസ്കസ്. Discussion is the hallmark of our democracy, and let's all discuss and enlighten and brighten our minds. Thank you all for hearing to our editorial analysis. Thank you. Gallant IAS, chasing your passion to ace.